ഇന്ന് നമുക്ക് ജൂലൈയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈഡൻസ് നെക്സ്റ്റ് മാസത്തിൽ നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങളുടെ മനസ്സിൽ 1 തൊട്ട് 3 വരെയുള്ള സംഖ്യ ഏതെങ്കിലും ഒരെണ്ണം വിചാരിക്കുക. അതായിരിക്കും 1, 2, 3 കാർഡാണ് എടുക്കുന്നത്. അതിൽ ഒരെണ്ണം അപ്പോൾ ഞാൻ ഇതിന്നൊരു 3 കാർഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങളുടെ മനസ്സിന് ഏതാണ് തിരഞ്ഞെടുപ്പ് തോന്നണത് അത് ആയിരിക്കും മനസ്സിൽ തോന്നുന്നത്. ലൈഫിൽ നെക്സ്റ്റ് അതായത് അതിലൊരു കാർഡ് നിങ്ങളുടേതായിരിക്കും. നിർദ്ദേശങ്ങളും ഈ അത് പ്രകാരം എങ്ങനെ ജൂലൈ അതെന്താണ് കാർഡ് ഉദ്ദേശിക്കുക എല്ലാ കാര്യങ്ങളും എപ്പോഴും. അപ്പം ഞാൻ 3 കാർഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓരോ കാർഡും നിങ്ങൾക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു, എങ്ങനെയുള്ള കാർഡ്. ഒന്നാമത്തെ കാർഡ് നോക്കാം. ആദ്യത്തെ കാർഡ് പറയുന്നത് വന്നിട്ട് ആദ്യത്തെ കാർഡാണ് പേജ് ഓഫ് കപ്പ്. സോ ഇതൊരു മൈനർ ആർക്കാണ്. ഇതൊരു എസ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു എല്ലാത്തിനോടും ഒരു അനുകൂലമായ ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ജലമാണ് പുതിയ തുടക്കങ്ങൾ, ജലത്തിനോടാണ്. ഇതൊരു വൈകാരികമായ സന്ദേശത്തെ കൊണ്ടുവരുന്ന കാർഡാണ്. ഇത് എല്ലാ തരത്തിലും പറഞ്ഞ ഒരു നല്ലൊരു കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്. ഓക്കെ, ഇപ്പൊ പുതിയ മെയിൻ ഇതില് ജ്യോതിഷ പരമായിട്ടൊക്കെ അതായത് വിവാഹം, കർക്കടകം, ജോലി എല്ലാത്തിലും ഒരു പുതിയ തുടക്കത്തെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത് മെയിൻ ആയിട്ട് വരണത് ഈ കാർഡ് വൈകാരികമായ കൂടുതലായിട്ടും ജലരാശിക്കാരെ പോലെ തന്നെ ജലത്തിൽ വളരെ താരതമ്യ സങ്കീർണമായ അതായത് മീനരാശി. ഇതിന് കലയുടെയും ഭാവനയുടെയും അതേമാതിരി കൂടുതലായിരിക്കും. അതായത് പിന്നെ ആത്മീയോണർവ്, കർക്കടക ഒരു ഡ്രീമി ജീവിതമായിരിക്കും നയിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ജാതകത്തിൽ മെയിനായിട്ട് ചന്ദ്രൻ, ശുക്രൻ എന്നിവയുടെ സ്വാധീനം കൂടുതലായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും, ഇതിലൊരു മത്സ്യത്തെ കാണാൻ സാധിക്കും. ഓക്കെ, കപ്പിൽ നിന്ന് തല നീട്ടി നോക്കുന്ന മത്സ്യം. അതായത് നിങ്ങളുടെ എന്ന് വെച്ചാൽ ആക്ച്വലി മീനിന് ജീവിക്കാൻ കഴിയുന്നത് വെള്ളത്തിലാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്നും തലപൊക്കി കിടക്കണ മീനിനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം, അതായത് പുറത്ത് ജീവിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തോടെ പുറത്ത് തലനീട്ടി നിൽക്കുന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ പിന്നെ കയ്യിലൊരു പാത്രം, കപ്പ്. ഓക്കെ, ഇത് ജലമൂലകത്തെയാണ് സൂചിപ്പിക്കണേ. അതായത് നിങ്ങൾ വളരെ വികാരങ്ങളും എല്ലാം നിറഞ്ഞൊരു മനസ്സായിരിക്കും നിങ്ങളുടേത്. ഓക്കെ, പിന്നെ പിന്നിൽ ഒരു ഒഴുകിക്കടക്കണ തടാകം എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ ഇത് സൂചിപ്പിക്കണത് നിങ്ങളുടെ വികാരങ്ങളുടെ ഒഴുക്കിനെയും ഭാവനയുമാണ് ഇത് സൂചിപ്പിക്കണേ. ഓക്കെ, നീലവസ്തുക്കൾ എന്ന് വെച്ചാൽ നീലവസ്തുക്കൾ നിങ്ങളുടെ ആത്മീയതയും സൂചിപ്പിക്കുന്നു. ഓക്കെ, പിന്നെ അതിലെ വസ്ത്രങ്ങളിൽ നിങ്ങൾക്കൊരു താമരപ്പൂവ് ലക്ഷ്മിയുടെ സ്വരൂപമാണ്. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധി. ഓക്കെ, ശുദ്ധിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ വേഷഭൂഷണങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു തൂവൽ വച്ച തൊപ്പി, അതായത് തൊപ്പിയിലെ ചുവന്ന തൂവൽ നിങ്ങളുടെ ചിന്തകളുടെ വേഗതയും സർഗാത്മകമായ ഊർജത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ നിങ്ങളുടെ ലൈഫിനെ കണക്ട് ചെയ്തിട്ട് ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ആദ്യം തന്നെ കരിയർ നോക്കാം. ഓക്കെ, ഇത് മെയിൻ ഇതിൽ കാണിക്കണത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ, നല്ല വാർത്തകളൊക്കെ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ഓക്കെ, അതായത് നിങ്ങളൊരു പുതിയ ജോലി ഓഫർ, എന്തെങ്കിലും പ്രൊജക്റ്റ് എന്തെങ്കിലും നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഈ കാർഡ് തരുന്നത് നിങ്ങൾക്ക് ഇത് ഒരു നല്ല സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ജോലി കിട്ടാനോ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊമോഷൻ എന്തെങ്കിലും കാത്തിരിക്കുകയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഒരു യെസ് ആണ്.
ഓക്കെ. അതേമാതിരി സ്വർഗാത്മകതയുടെ ഉണർവ്. ഓക്കെ. സോ ഇതിൽ ഈ കാർഡ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാം, ഇതിൽ ക്രിയേറ്റീവായിട്ട്, ഓക്കെ, അതായത് ഡിസൈനിങ്, സോ അതായത് ഫാഷൻ മാധ്യമങ്ങൾക്കൊക്കെ ഉള്ളൊരു നല്ലൊരു മികച്ച സമയം എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേമാതിരി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ന് വെച്ചാൽ പഠനത്തിലൊക്കെ നല്ല നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് പഠിക്കാൻ സാധിക്കും. അതായത് ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പുതിയത് വേണ്ടത്. ഇപ്പോൾ ചിലവർക്ക് ഫാഷൻ ഡിസൈനിങ്ങിനോടുള്ള താല്പര്യമുള്ളവരൊക്കെ കൂടുതലാണെങ്കിൽ ഈ കാർഡ് അവർക്കുള്ള കാർഡാണ്. ഓക്കെ. അതേമാതിരി ഇത് എന്ന് വെച്ചാൽ നിങ്ങളുടെ വർക്ക് സ്പേസിൽ സഹപ്രവർത്തകരുമായുള്ള ബന്ധമൊക്കെ നിങ്ങൾക്ക് മുന്നേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അന്തരീക്ഷം ശാന്തമാകാനും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പിന്തുണ, സ്നേഹമൊക്കെ ലഭിക്കാനുള്ള കാർഡാണ് ഇത് കാണിക്കുന്നത്. കാർഡാണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇതിലേക്ക് കടന്നു വരാം. വെൽത്ത് സാമ്പത്തിക വശം നോക്കിയാൽ ഇതൊരു ശുഭസൂചനയാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതായത് ഒരു വലിയൊരു സമ്പത്തോ ലോട്ടറിയോ അങ്ങനെയൊന്നുമല്ല, പക്ഷേ അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക വാർത്തകൾ, അതായത് ചെറിയ ചെറിയ ലാഭങ്ങൾ, പുതിയ വരുമാന മാർഗങ്ങളൊക്കെ ഇത് വരാനുള്ള കാരണങ്ങൾ ഇത് സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ. നല്ല വാർത്തകൾ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലോണിന് എന്തെങ്കിലും അപ്ലൈ കിട്ടാൻ വൈകിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആവാനുള്ള അതാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ പിന്നെ ഇതിൽ വേറൊരു ഇതുണ്ട്, നിങ്ങൾക്ക് അതായത് ഒരു പുതിയ പദ്ധതികളൊക്കെ നിങ്ങൾക്ക്, അതായത് നിക്ഷേപങ്ങൾ, ഇൻവെസ്റ്റ്മെൻ്റൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമെന്നാണ് ഈ കാർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പിന്നെ അനാവശ്യമായ ചിലവുകളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ ജലത്തിനോടാണ്, അതായത് ഇമോഷൻസ്. ഓക്കെ. അതായത് വൈകാരികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി അമിതമായി ഷോപ്പിംഗ് ഒക്കെ പണം ചിലവാക്കുന്നത് കുറച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ. അടുത്തത് നമുക്ക് നമ്മളുടെ ഹെൽത്തിനെ പറ്റി നോക്കാം. ആരോഗ്യകരമായി ഈ കാർഡ് നോക്കുമ്പോൾ ഇതൊരു പൊതുവെ പോസിറ്റീവായൊരു ഊർജ്ജമാണ് നൽകുന്നത്. ഓക്കെ. ഇത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പുനരുജ്ജീവനത്തിൻ്റെ അസുഖങ്ങളിൽ നിന്നുള്ള വേഗത്തിലുള്ള മുക്തിയെയും ഈ കാർഡ് സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ. സോ മെയിനായിട്ട് ശുഭവാർത്തകൾ. ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു മെഡിക്കൽ റിസൾട്ടുകൾക്കാണ് കാത്തിരിക്കുന്നതെങ്കിൽ ഇതൊരു അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ കൂടുതലായുള്ള സാധ്യതയുണ്ട്. രോഗമുക്തി. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശാരീരിക ഉന്മേഷം തിരികെ ലഭിക്കുന്ന സമയത്തെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതേമാതിരി മാനസികാരോഗ്യം. നമ്മളുടെ ആരോഗ്യത്തിൽ ഒരു പ്രധാന ഘടകമാണ് നമ്മളുടെ മെൻ്റൽ ഹെൽത്ത്, അതായത് മാനസിക ആരോഗ്യം. ഓക്കെ. സോ ഈ കാർഡ് ജലമൂലകമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾ കൂടുതൽ ഇമോഷണൽ ആയിരിക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ കാർഡ് പക്ഷെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇതിലൂടെ മുക്തി നേടാൻ കഴിയുമെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താമെന്ന്. സോ സമാധാനം കണ്ടെത്താനുള്ള കുറച്ച് മാർഗങ്ങളാണ് മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നൊക്കെ ഉള്ളത്. ഓക്കെ. അതേമാതിരി ഇപ്പോൾ ആരെങ്കിലും ഗർഭിണികളാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. പുതിയൊരു, അതായത് നിങ്ങൾക്ക് ഒരു കുട്ടി കൂടെ പിറന്നു കഴിഞ്ഞാൽ അതൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അതേമാതിരി ഇതൊരു പ്രഗ്നൻസിക്ക് ഒരു പോസിറ്റീവ് കാർഡായിട്ടാണ് കാണിക്കുന്നത്. ആരെങ്കിലും ഇപ്പോൾ കൺസീവ് ചെയ്യാൻ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇത് കാണിക്കുന്നത് ഒരു നല്ലൊരു സൂചനയാണ് കാണിക്കുന്നത്. ഓക്കെ. ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇത് ജലവുമായി ബന്ധപ്പെട്ട കാർഡായതിനാൽ നിങ്ങൾക്ക് അലർജി, ജലദോഷം, വെള്ളം കെട്ടിക്കിടക്കുക ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും.
അതേമാതിരി നിങ്ങൾ കുറച്ച് ഇപ്പോൾ കോൾഡുള്ള ഐറ്റങ്ങളൊക്കെ കഴിക്കാതെ ഐസ്ക്രീമൊക്കെ ക്രേവിങ്ങിലുണ്ട്. ഇപ്പോൾ തൽക്കാലം കുറച്ച് അതിൻ്റെ അളവ് കുറച്ചാൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യത്തിന് അത് മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് നോക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ പേജ് ഓഫ് കപ്പ് കാണിക്കുന്നത് വളരെ മനോഹരമായ ഒരു സൂചനയാണ്. ഓക്കെ, ഇതൊരു പുതിയ പ്രണയം, റൊമാൻറ്റിക് സന്ദേശങ്ങൾ, നിഷ്കളങ്കമായ സ്നേഹം എന്നിവയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് പുതിയ പ്രണയത്തിൻ്റെ തുടക്കം, പ്രണയ സന്ദേശങ്ങൾ, ബന്ധങ്ങളിലെ പുതുമ. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും അല്ലലും പൊട്ടലും ഒക്കെ ഉണ്ടാവും. ഈ കാർഡ് കാണിക്കുന്നത് അതെല്ലാം മാറ്റി നിർത്തി നിങ്ങളൊരു എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞ് നിങ്ങളെല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കാനും പരസ്പരം എല്ലാ വികാരങ്ങൾ പങ്കുവയ്ക്കാനും കുട്ടികളും ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയുമായിട്ടുള്ളൊരു നല്ല ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു സാമ്പത്തിക മികവ് കാണുന്നതാണ് ഈ കാർഡ് കാണിക്കുന്നത്. അതേമാതിരി വിവാഹം പ്രപ്പോസലൊക്കെ ആണെങ്കിൽ, വിവാഹാലോചനകൾ നടക്കുന്നവർക്കാണെങ്കിൽ ഇതൊരു അനുകൂലമായ വാർത്തകൾ ലഭിക്കാവുന്ന സമയമാണ്. അതേമാതിരി പങ്കാളിയിൽ നിന്നാണെങ്കിൽ സർപ്രൈസുകൾ അങ്ങനെയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വശം എന്താണെന്ന് പറഞ്ഞാൽ സെയിം ജലത്തിൻ്റെ ഇത് കൂടുതൽ നിങ്ങൾ കൂടുതൽ എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ ഇമോഷണൽ ആയിരിക്കും. നിങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ടതാണ്. ഓക്കെ, ഇത് നമുക്കൊരു ഇതിനു വേണ്ടിയൊരു ഗൈഡൻസ് മാർഗനിർദ്ദേശം നോക്കാം. സോ പേജ് ഓഫ് കപ്പ് നിങ്ങൾക്ക് നൽകുന്നത് വളരെ ലളിതമാണ്, എന്നാൽ ഇത് ആഴമേറിയ ചില ഉപദേശങ്ങളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ യുക്തിക്ക് മാത്രം പ്രാധാന്യം നൽകാതെ നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കാനാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, സോ മെയിനായിട്ട് ഉൾവിളികളെ വിശ്വസിക്കുക, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. അതായത് നിങ്ങൾ ബാഹ്യമായത് മാത്രം നോക്കാതെ നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കേൾക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് വരുന്നത് അതായിരിക്കും ശരിയായ വഴി, അത് കാണിച്ചു തരുന്നതായിരിക്കും. അതായത് പിന്നെ നിങ്ങൾ എക്സ്പ്രസ് യുവർ ക്രിയേറ്റിവിറ്റി. അതായത് ഈ കാർഡ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകളെ കാണിക്കുന്നു. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ, അതായത് ചിലവർ എഴുത്ത്, കല, നൃത്തം, സംഗീതം എന്നിവയുള്ളവരാണെങ്കിൽ അത് മൂടി വയ്ക്കരുത്, നിങ്ങൾ പ്രകടിപ്പിക്കുക. നിങ്ങളത് ഇപ്പോൾ ചിലവരൊക്കെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അതൊക്കെ നിർത്തിയിട്ടുണ്ടാകും, അതൊക്കെ പുനരാരംഭിക്കാനുള്ള സമയമായി എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്തത് എംബ്രേസ് യുവർ ഇന്നർ ചൈൽഡ്. നിങ്ങളുടെ നിഷ്കളങ്കത നിലനിർത്തുക. അതായത് ഞാൻ ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഇതൊരു ഇന്നർ ചൈൽഡ് കാർഡ് കൂടിയാണ്, ഇമോഷണൽ കാർഡ്. സോ നിങ്ങൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ കൗതുകത്തോടെയും നിഷ്കളങ്കതയോടെ ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളെയും അനുഭവങ്ങളെയും സ്വീകരിക്കേണ്ടതാണ്. ബി ഓപ്പൺ. ഇപ്പോൾ സ്നേഹം, സന്തോഷം, സങ്കടം എന്നിവയാണെങ്കിൽ തുറന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക, മടി കാട്ടരുത്. സോ ഇത് അതിനൊരു ഗൈഡൻസ് ആണ് ഈ കാർഡ്. ഓക്കെ, സന്ദേശങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചെറിയ സൂചനകൾ, സ്വപ്നങ്ങൾ, അപ്രതീക്ഷിതമായ ആളുകൾ നിന്നുള്ള സന്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇതിൽ പുതിയ വരവിനെയാണ് ഇത് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഓരോന്നും നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ച് നിങ്ങൾക്ക് അത് അനുയോജ്യമായതാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെ പ്രവർത്തിക്കാവുന്നതാണ്. ഇത് പൊതുവെ ഒരു ഫുൾ പോസിറ്റീവ് കാർഡാണ് കാണിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ ഇതൊരു ഫുൾ പോസിറ്റീവ് കാർഡാണ്. ഓക്കെ, സോ ഇത് കുറച്ച് ഞാൻ റെമഡികൾ തരാം. സോ മെയിൻ ഇതിൽ ഇമോഷൻസിനെ കൂടുതൽ കാണിക്കുന്നത് മെയിനായിട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കഴിവതും അറ്റ്ലീസ്റ്റ് ഒരു 3 മിനിറ്റ്, നിങ്ങൾക്ക് എത്ര മിനിറ്റാണോ പറ്റണേ
അതേമാതിരി കുറച്ച് നേരം കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിനെ ശാന്തപ്പെടുത്താൻ ശ്രമിക്കുക. എന്നും എണീറ്റ് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. അതേമാതിരി ജേർണലിങ്, എന്തെങ്കിലും ഇപ്പോൾ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്, എന്തെങ്കിലും നിങ്ങളിപ്പോൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾക്ക് ഡെയിലി ഞാൻ എന്തിനാണ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത്, അതിന് ഒരു 3 ഞാൻ ഇന്ന് എണീറ്റതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. ഞാൻ ഇന്ന് എൻ്റെ ശ്വസനം, എനിക്ക് ഇപ്പോൾ ശ്വസിക്കാൻ കഴിയുന്നതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. അതേമാതിരി ഇപ്പോൾ ക്രിയേറ്റീവ്, അതാണ് ഇതിൽ പറഞ്ഞത്. ചിലവർ ആർട്ട് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് പെയിൻറ്റിങ് അതൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് മനസ്സിനെ ശാന്തപ്പെടുത്താവുന്നതാണ്. അതേമാതിരി മെയിൻ ഇതിൽ കാണിക്കുന്നത് ക്ഷമ. അപ്പോൾ അതേമാതിരി ജലത്തിലേക്ക് കാണുന്നത് കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങുക. അപ്പോൾ പുഴകൾ, കടൽ തീരം എന്നിവിടങ്ങളിലൊക്കെ സമയം ചെലവഴിക്കുക. അതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാർഡ് പരിചയപ്പെടാം. ആരൊക്കെയാണ് സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തത് അവർക്കുള്ള കാർഡാണ് ഇത്. ഈ കാർഡാണ് ദ ഹാങ്ഡ് മാൻ. സോ ഈ ഹാങ്ഡ് മാൻ കാർഡ് സൂചിപ്പിക്കുന്നത് മെയിനായിട്ട് സമർപ്പണം, അതായത് താൽക്കാലികമായൊരു നിർത്തിവെക്കൽ ആൻഡ് പുതിയ കാഴ്ചപ്പാട് ഓർ വിട്ടുകൊടുക്കൽ. ഓക്കെ, സോ ഇത് മെയിനായിട്ട് താൽക്കാലിക വിരാമം, അതായത് കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് നീക്കാൻ ശ്രമിക്കാതെ കുറച്ച് സമയം ശാന്തമായി കാത്തിരിക്കുക എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പുതിയ കാഴ്ചപ്പാട്, അതായത് ഒരു പ്രശ്നത്തെ മറ്റൊരു കോണിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ നോക്കിക്കാണാം എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ത്യാഗം, അതായത് ഈ കാർഡ് ത്യാഗത്തിന് വലിയൊരു പ്രഭാവം കൊടുക്കുന്നുണ്ട്. അതായത് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ചെറിയ താല്പര്യങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കുക, ത്യാഗം ചെയ്യുക. ഇതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ഒരു മേ ബി കാർഡാണ്. അതായത് ജ്യോതിഷ പ്രകാരത്തിൽ ഈ ഹാങ്ഡ് മാൻ എന്ന കാർഡ് സെയിം നമ്മൾ മുൻപ് പേജ് ഓഫ് കപ്സ് പറഞ്ഞ പോലെ ഇതും ഒരു വാട്ടർ എലമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് മീനരാശിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതേമാതിരി ഇത് നെപ്റ്റ്യൂൺ ഗ്രഹമായും ഇതിനെ വ്യാഖ്യാനിക്കാം. നമുക്ക് നോക്കാം. മീനരാശിയിലുള്ള 12ാം ഭാവവും ആണ് ഇതിൽ കാണിക്കുന്നത്. അതായത് 12ാമത്തെ കാർഡാണ് ദ ഹാങ്ഡ് മാൻ. അതായത് 12ാമത്തെ രാശിയായ മീനമായി ഇത് കൃത്യമായി ഒത്തുപോകുന്ന കാർഡാണ്. അതായത് ഓക്കെ, അതേമാതിരി നെപ്റ്റ്യൂൺ ഗ്രഹത്തിൻ്റെ സ്വാധീനവും ഈ കാർഡിൽ കൂടുതലായി കാണാം. ഈ കാർഡിൻ്റെ അധിപൻ ബ്രഹ്മാത്മകതയുടെയും ആത്മീയതയുടെയും ഗ്രഹമായ നെപ്റ്റ്യൂൺ തന്നെയാണ്. അതായത് ആത്മീയ ഉണർവ് നിങ്ങൾക്ക് കാണാം. ഹാങ്ഡ്മാൻ തലഭാഗത്തിലൊരു ഉണർവ്, ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് താത്കാലികത്തേക്ക് മാറ്റിവെച്ച് ഉയർന്ന തലത്തിലേക്ക് ഉയരാനാണ് ഈ കാർഡ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, ഇതിന് വളരെയേറെ വക്രഗതിയുടെ ഊർജമാണ് മെയിനായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾക്ക് കാണാം. അതായത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നതാണ് മെയിൻ മൂലകം ജലമാണ്. ഓക്കെ, ഇത് പ്രധാന മൂലകം ഈ കാർഡിൽ ജലമായതുകൊണ്ട് തന്നെ ഇത് വികാരങ്ങളെ കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നു. അതായത് ജലം വികാരങ്ങളുടെയും ഉപബോധ മനസ്സിനെയുമാണ് ജലം സൂചിപ്പിക്കുന്നത്. ഈ കാർഡ് വരുമ്പോൾ ബുദ്ധിപരമായി ചിന്തിക്കുന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ, നമ്മളെ തന്നെ ശാന്തമാക്കിക്കൊണ്ട് നമ്മളുടെ മനസ്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതിനെ ഒന്ന് യുക്തിപരമായി മനസ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഒഴുക്കിനൊപ്പം നീങ്ങുക, അതായത് നിങ്ങൾക്കറിയാം ജലം നിശ്ചിത സ്ഥലത്ത് അല്ല നിൽക്കുക, അത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നു.
അതേപോലെ കഠിനമായ ഷാഠ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ ഒഴുക്കിന് സ്വയം സമർപ്പിക്കാനാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, മറ്റ് ടാരറ്റ് മൂലകങ്ങളുമായുള്ള ബന്ധം കൂടെ നോക്കാം. ഓക്കെ, ഇതിൽ തീ ഒരു എലമെൻറ്റ് കൂടിയുണ്ട്, അതേമാതിരി വായു എലമെൻറ്റാണ് ഭൂമി. ഓക്കെ, സോ തീ എന്നത് സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം, ഹാങ്ഡ് മാനിൻ്റെ ജലാംശമാണ് ഈ തീയെ അണയ്ക്കുന്നു. അതായത് നിങ്ങൾ എത്രയൊക്കെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചാലും നിലവിലെ സാഹചര്യം നിങ്ങളെ തടഞ്ഞു നിർത്തും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. വായു, നിങ്ങൾക്ക് കാണാം ഒരു സ്വോർഡ്. വായു ബുദ്ധിയെയും ചിന്തകളെയും കാണിക്കുന്നു. ജലവും വായുവും ചേരുമ്പോൾ പഴയ ചിന്താഗതികൾ മാറി മനസ്സിനൊരു പുതിയൊരു ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഭൂമി, ഭൂമി ഭൗതിക നേട്ടങ്ങളെയും സ്ഥിരതയെയും കാണിക്കുന്നു. ഓക്കെ, സോ പണത്തിൻ്റെയോ കരിയറിൻ്റെയോ കാര്യത്തിൽ താത്കാലികത്തേക്ക് പുരോഗതി കുറയുമെങ്കിലും ഭാവിയിലെ നിങ്ങൾക്ക് വലിയൊരു നേട്ടം നേടിത്തരാൻ ഈ കാർഡ് സഹായിക്കുന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് ഇതിലുള്ള സിമ്പിൾസ് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇതിൽ കാണാൻ കഴിയും ഒരു ജീവനുള്ള മരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഒരു വ്യക്തിയെ തൂക്കിയിട്ടിരിക്കുന്നത് ഒരു ഉണങ്ങിയ ചില്ലയിലല്ല, പകരം നല്ല തളിരുള്ള മരത്തിലാണ് ഈ മനുഷ്യൻ തല തിരിഞ്ഞ് നിൽക്കുന്നത്. അതിനുള്ള അർത്ഥം താത്കാലിക തടസ്സവും കാത്തിരിപ്പും ജീവിതം നശിച്ചു പോകുന്ന അവസ്ഥയല്ല, ഇത് പുതിയ വളർച്ചയ്ക്ക് നിങ്ങളുടെ പുനർജന്മത്തിന് വേണ്ടിയുള്ളതാണ്. അതായത് നിങ്ങൾ ഇല്ല എനിക്കൊന്നും ഇനി എൻ്റെ ലൈഫേ ഇല്ല എന്നല്ല വിചാരിക്കുക, ഇത് കാണിക്കുന്നത് ഇല്ല നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുമെന്നാണ് ഈ കാർഡ് നിങ്ങളെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേമാതിരി ശാന്തമായ മുഖഭാവം, അതേമാതിരി പ്രഭാവലയം കാണാം നിങ്ങൾക്ക് മെയിൻ. അതായത് തൂങ്ങിക്കിടക്കുന്ന വ്യക്തിയുടെ തലയ്ക്ക് ചുറ്റും ഒരു തിളങ്ങുന്ന വെളിച്ചം കാണാം. അത് അയാളുടെ വിൽ പവറിനെയാണ് കാണിക്കുന്നത്. ശാരീരികമായ അയാൾ നിശ്ചലമാണെങ്കിലും അയാൾ മാനസികമായും ആത്മീയമായും അയാൾക്കൊരു വലിയൊരു ഉൾക്കാഴ്ചയോ ദിവ്യജ്ഞാനമോ ലഭിച്ചു കഴിഞ്ഞു ഓൾറെഡി എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതേമാതിരി ശാന്തമായ മുഖഭാവം, അതായത് ഇത് ഒരു നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ കഴിയുമെന്നാണ് ഈ കാർഡ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. തലക്കീഴായുള്ള കിടപ്പ്, ലോകത്ത് ഇപ്പോൾ നമുക്ക് 2 തരത്തിൽ കാണാം എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് ലോകത്തെ തലക്കീഴായി നോക്കിയാലുള്ള അവസ്ഥ, അതായത് നിങ്ങളുടെ പഴയ ചിന്താഗതികളെ മാറ്റിവച്ചിട്ട് പുതിയതായി നിങ്ങൾ പുതിയ കോണിലൂടെ നോക്കിയാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അതേമാതിരി പോക്കറ്റിൽ കൈയിട്ടിരിക്കുന്ന കൈകൾ, കാലുകൾ ക്രോസ് ലെഗ്ഡായിട്ട് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും സൂചിപ്പിക്കുന്നത് അയാളുടെ കൈകൾ പുറകിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ സ്വന്തം ശക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേമാതിരി ക്രോസ് ലെഗ് കാലുകൾ മടക്കി വച്ചിരിക്കുകയാണ്. ജ്യോതിഷത്തിലും സംഖ്യാശാസ്ത്രത്തിലും 4 എന്നത് സ്ഥിരതയുടെ അടിത്തറയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേമാതിരി ചുവപ്പ് നീലയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അതായത് അയാൾക്ക് നീലനിറ ഉപബോധ മനസ്സിനെയും ശാന്തതയെയും, അതേമാതിരി ചുമപ്പ് നിറം നിങ്ങളുടെ പാഷനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. കരിയർ വൈസ്, ഇത് കരിയറിലെ നേരെ നിൽക്കുന്ന അവസ്ഥ. ഇത് പ്രൊമോഷൻ, പുതിയ ജോലി, എന്തെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് പുരോഗതി ഉണ്ടാകില്ല എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതേമാതിരി നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പഴയ രീതിയിലുള്ള പരിഹാരങ്ങൾ ഫലിക്കില്ല. നിങ്ങളുടെ ജോലി ചെയ്യുന്ന രീതി കുറച്ച് വ്യത്യസ്തമായ കോണിലൂടെ നോക്കിക്കണ്ടാൽ നിങ്ങൾക്ക്
മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഭാവിയിൽ ഒരു നല്ലൊരു കരിയറിന് വേണ്ടി ഈ ത്യാഗം സഹിക്കുക, കുറച്ച് ശമ്പളമില്ലാത്ത ഇപ്പം പുതിയൊരു ജോലി കിട്ടാൻ എന്തെങ്കിലും പഠിക്കുക, അതേമാതിരി എന്തെങ്കിലും എക്സാമുകൾ എഴുതുക പ്രമോഷനായിട്ട്, അതൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപകാരപ്പെടുന്നതായിരിക്കും. അടുത്തത് നമുക്ക് നോക്കാം സാമ്പത്തികമായിട്ട് അതേ പറഞ്ഞാൽ വലിയ തീരുമാനങ്ങൾ എടുക്കരുത്. പുതിയ നിക്ഷേപങ്ങളൊന്നും താൽക്കാലികമായി വേണ്ട. പക്ഷെ നിങ്ങൾക്ക് ചെറുതായിട്ട് പുതിയ രീതിയിലൂടെ നോക്കി ഇപ്പോൾ നിങ്ങൾ കുറച്ച് എന്തെങ്കിലും സേവിങ് ചെയ്ത് വച്ച് മുന്നോട്ട് നല്ലൊരു രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി നേടാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. റിലേഷൻഷിപ്പിൽ ബന്ധങ്ങളിൽ നേരെ നിൽക്കുന്ന അവസ്ഥ, ബന്ധങ്ങളിൽ കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിൽ ഈ കാർഡ് പോസിറ്റീവായ ചില ആന്തരിക മാറ്റങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ പങ്കാളികളുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിർബന്ധിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം സ്വല്പം നേരം രണ്ടുപേരും ഇരുന്ന് ചിന്തിച്ച് അല്പം സമയമെടുത്ത് പരിഹരിക്കാൻ നോക്കേണ്ടതാണ്. അതേമാതിരി നിങ്ങൾക്ക് വളരെ വാശിയുള്ള ആൾക്കാരാണെങ്കിൽ ലെറ്റ് ഗോ. അത് നിങ്ങൾ അത്രയും വാശി പിടിക്കാതെ ഓക്കെ പോകട്ടെ എന്ന് വിചാരിച്ച് പുതിയതിലോട്ട് കടക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫ് നന്നായി മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, അടുത്തത് ഇപ്പോൾ സിംഗിളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പുതിയ ബന്ധങ്ങളിലേക്ക് ചാടി വീഴാതിരിക്കുക പെട്ടെന്ന്. അതാ പറഞ്ഞു, കുറച്ച് മനസ്സിരുത്തി ആലോചിച്ച് നല്ലതാണോ എന്ന് നോക്കി നിങ്ങളുടെ മുതിർന്നവരോടൊക്കെ അഭിപ്രായം ചോദിച്ച്, മുതിർന്നവരോടൊന്നല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോട് 2-3 പേരോടൊക്കെ നിങ്ങൾക്കറിയാവുന്ന അവർ നിങ്ങൾക്ക് ഹെൽപ്പ് നിങ്ങളെ നല്ല രീതിയിൽ ഉപദേശിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സ്വാധീനമുള്ള ഒരാളോട് ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, അടുത്തതായിട്ട് വെൽത്ത് നോക്കാം. ഈ കാർഡ് സാമ്പത്തിക കാര്യങ്ങളിലെ നിശ്ചലാവസ്ഥ, പുനഃപരിശോധന, ദീർഘകാല നേട്ടത്തിനുള്ള താൽക്കാലിക ത്യാഗം, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഹെൽത്ത്. ഇത് മെയിൻ വിശ്രമം, സുഖം പ്രാപിക്കാനുള്ള കാത്തിരിപ്പ്, ആരോഗ്യശീലങ്ങളിലെ മാറ്റം. അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ജങ്ക് ഫുഡ് തിന്നുന്നവരാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് നോക്കുക. ഹെൽത്തി ആയിട്ട് വാക്കിങ് അതൊക്കെ ചെയ്ത് കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ കുടിച്ച് വിശ്രമമൊക്കെ ആവശ്യമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് പരിശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നമുക്കൊന്നും ഫലം കിട്ടുന്നില്ലെങ്കിൽ ചെറുതായിട്ട്, കൂടുതൽ കഠിനാധ്വാനിച്ച് പോകണം എന്നല്ല പറഞ്ഞ്, കുറച്ച് ചെറുതായിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ചെറുതായിട്ട് വാക്കിങ്ങോ എക്സസൈസോ നല്ല ഹെൽത്തി ഭക്ഷണമോ ആ മാതിരി കഴിക്കാൻ ശ്രമിക്കുന്നത് ഇത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇത് എന്താണ് ഗൈഡൻസ് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഈ കാർഡ് ഗൈഡൻസ് ആയിട്ട് ഉപദേശങ്ങൾ തരണതെന്ന്. ഓക്കെ, ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങളുടെ വേണ്ട പ്രകാരം അല്ല നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യങ്ങളോട് പൊരുതി എന്നുവെച്ചാൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഉൾക്കൊണ്ട് മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ കേട്ട് ഒരു പുതിയ കാഴ്ചപ്പാട് സൃഷ്ടിക്കുക. അതായത് നിങ്ങൾക്ക് വലിയൊരു നേട്ടത്തിന് വേണ്ടി ചെറിയ കാര്യങ്ങളൊക്കെ ത്യാഗം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെ തന്നെ അയ്യോ അങ്ങനെയായി എന്ന് ചിന്തിക്കാതെ നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് ഓക്കെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് നാളെ ലൈഫിൽ മുന്നേറാൻ കഴിയും. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷൻ വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള നല്ല സാഹചര്യം ആയിരിക്കില്ല, പക്ഷേ ഈ പരീക്ഷ ഇപ്പം കിട്ടില്ലായിരിക്കാം, പക്ഷേ നെക്സ്റ്റ് ഇയറിൽ ആ പരീക്ഷ എഴുതിയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കിത് കിട്ടും. ആ ഒരു
എക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, മെയിൻ നിങ്ങൾക്ക് അതിന് കുറച്ച് റെമഡികൾ തരാം. എന്താണെന്ന് വെച്ചാൽ ലൈക്ക് അതേ പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്യുക, നന്നായിട്ട് ഇരുന്ന് ധ്യാനിക്കുക. ഓക്കെ, പിന്നെ പുതിയ എന്തെങ്കിലും ആർട്ട് വർക്ക് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കലകൾ ചെയ്തിട്ട് നിങ്ങളെ മനസ്സിനെ ശാന്തപ്പെടുത്തുക. ഓക്കെ, അതേമാതിരി യോഗ ചെയ്യുന്നത്, യോഗ ചെയ്യാനുള്ളൊരു നല്ലൊരു കാർഡാണ്. യോഗ മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത് യോഗ നല്ലൊരു നിങ്ങൾക്ക് ഉന്മേഷം നൽകുന്ന ഒരു കാര്യമാണ്. സോ യോഗ സ്റ്റാർട്ട് ചെയ്യാം. അതേമാതിരി കുറച്ച് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ എപ്പോഴും ചെയ്യുക. അതായത് പ്രപഞ്ചത്തിൻ്റെ ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു, പ്രപഞ്ചം എന്നെ കാത്തുരക്ഷിക്കുന്നു. അതേമാതിരി നിങ്ങൾക്ക് ഗൈഡൻസ് ഇതും ചെയ്യാവുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, ലൈക്ക് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഗോഡ്, ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയെന്ന്. അപ്പോൾ അടുത്തത് മൂന്നാമത്തെ കാർഡ് നമുക്ക് നോക്കാം. ഇതാണ് മൂന്നാമത്തെ കാർഡ്. സോ ഈ കാർഡ് 3 ഓഫ് വാൻസ് ആണ്. സോ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നത്, ഇത് മൈനർ ആർക്കാന കാർഡാണ്. ഇതൊരു യെസ് കാർഡാണ്. ഓക്കെ, സോ ഇതൊരു പുരോഗതി, വളർച്ച, യാത്രകൾ, പ്രതീക്ഷയൊക്കെ തരുന്ന കാർഡുകളാണ്. അതായത് തടസ്സങ്ങളൊക്കെ മാറ്റി നിങ്ങൾക്ക് ഒരു പുതിയ ജോലി, ഒരു പുതിയ വഴിത്തിരിവൊക്കെ കാണിക്കുന്ന കാർഡാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് മെയിൻ ജ്യോതിഷമായിട്ട് ബന്ധപ്പെടുത്തിയാൽ മേടരാശിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് മേടരാശി എന്നത് പുതിയ തുടക്കങ്ങൾ, ധൈര്യം, ആവേശം, മുന്നോട്ട് വയ്ക്കാനുള്ള ഊർജ്ജമൊക്കെ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഈ കാർഡിലെ വ്യക്തിക്ക് തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാനുള്ള ആത്മവിശ്വാസം നൽകുന്നത് ആണ്. ഓക്കെ, സോ ഇതിൽ ഗ്രഹം സൂര്യനാണ്. സൂര്യൻ ആത്മവിശ്വാസം, വിജയം, വ്യക്തിത്വം, ഉന്നതി എന്നിവയുടെയൊക്കെ പ്രതീകമാണ്. മേടരാശിയിൽ സൂര്യൻ വരുമ്പോൾ അത് ഏറ്റവും ശക്തമായ അവസ്ഥയിലാണ്. ഇത് വലിയ വിജയത്തെയും അംഗീകാരത്തെയും സൂചിപ്പിക്കുന്ന കാർഡാണ്. സോ എലമെൻറ്റ് വരുന്നത് ഇതിൽ അഗ്നിയാണ്. വാൻഡ് കാർഡുകൾ തന്നെ അഗ്നിതത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ഇത് പ്രവൃത്തി, വികാരം, സ്വർഗാത്മകത എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ഇത് ടാരറ്റ് കാർഡിൽ വരുമ്പോൾ 9ാം ഹൗസിലാണ്, 9ാം ഭാവം. അതായത് ദൂരയാത്രകൾ, ഉന്നത അതായത് വിദേശ ബന്ധങ്ങൾ എന്നിവയാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ വിദ്യാഭ്യാസം, അതായത് ഫോറിൻ കൺട്രീസിൽ, ഇപ്പോൾ കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ പോയി പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ, അതായത് അവിടെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊരു യെസ് കാർഡാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അനുകൂല സാഹചര്യമാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇത് എലമെൻറ്റ് വന്നിട്ട് അഗ്നി, മെയിൻ എലമെൻറ്റ്, അത് ഓൾറെഡി പറഞ്ഞതാണ്. മേടരാശി, ഒരു കോൾ വന്നു, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇത് അഗ്നിയെയാണ് സൂചിപ്പിക്കുന്നതാണ്. ഇതിൽ സൂര്യനും കൂടെ ഉൾപ്പെടുന്നുണ്ട്. സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അഗ്നിസ്രോതസ്സാണ് സൂര്യൻ, നമുക്കറിയാവുന്നതാണ്. അതായത് പിന്നെ ഇതിലൊരു ദൂരെ ഒരു ജലം, ചെറുതായിട്ട് ഒരു കടൽ കൂടെ കാണിക്കുന്നതാണ്. അതായത് കടലോ വെള്ളമോ എന്തെങ്കിലും ആവാം. അതായത് ഇത് ഇമോഷനായിട്ടും കണക്റ്റഡ് ആണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേമാതിരി പച്ചപ്പൊക്കെ കാണിക്കുന്നുണ്ട്, മലനിരപ്പുകൾ, അതായത് വ്യക്തി നിൽക്കുന്ന മലനിരകളൊക്കെ സ്ഥിരതയെയും ശക്തമായ അടിത്തറയെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. 3 വടികൾ, 2 വടികൾ അദ്ദേഹം 2 വടികൾ പിന്നിലും ഒന്നിൽ അദ്ദേഹം പിടിച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇത് 3 ഭൂതം, വർത്തമാനം, ഭാവി എന്ന് 3 കാലങ്ങളെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് അർത്ഥം നോക്കാം. അതായത് കടലും കപ്പലുകളും, അതായത്
ദൂരെ കാഴ്ച, വിദേശ വ്യാപാരം, പുതിയ അവസരങ്ങൾ. ഇത് ദൂരയാത്ര ചെയ്യുന്ന കപ്പലുകൾക്കൊക്കെ ഉള്ള സൂചിപ്പിക്കുക. അതായത് ഇത് സൂചിപ്പിക്കുന്നത് ലൈക്ക് ഇപ്പോൾ ജോലിയൊക്കെ ഷിപ്പിലുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കാം. അതിനൊക്കെ അനുകൂലമായ അതിനുള്ള ഇതുള്ള ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഇതൊരു അനുകൂല സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേമാതിരി അദ്ദേഹം നിൽക്കുന്നത് ഉയർന്ന മലചെരുവിലാണ്. അതായത് കാഴ്ചപ്പാടുകൾ, ഉയരമുള്ള മലമുകളിൽ നിന്ന് അയാൾ ജീവിതത്തെക്കുറിച്ച് വലിയൊരു ചിത്രം കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി നല്ലൊരു ധാരണയുണ്ടെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. മണ്ണിലുറപ്പിച്ച 3 വടികൾ സ്ഥിരത, വളർച്ചയൊക്കെ സൂചിപ്പിക്കുന്നു, ഭാവി ആസൂത്രണം ഒക്കെ സൂചിപ്പിക്കുന്നു. അതിന് ശേഷം തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തി, അതായത് ഭാവിയിലേക്കുള്ള നോട്ടമാണ്. അതായത് വ്യക്തി ആ വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ അതായത് അവരുടെ ഭാവി എങ്ങനെയാണെന്ന് നന്നായി ബോധ്യമുള്ള ഒരാളാണ്. ഓക്കെ, ഇത് വസ്ത്രത്തിൻ്റെ നിറങ്ങൾ റെഡ്, ഗ്രീൻ ആണ്. സോ ചുവപ്പ് നിറം തീക്ഷ്ണമായ ആഗ്രഹത്തെ, പാഷൻ, കഠിനാധ്വാനത്തെയൊക്കെ സൂചിപ്പിക്കുന്നു. സോ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമുക്കിനി ഇത് നോക്കാം, കരിയർ എങ്ങനെയാണെന്ന്. സോ വിദേശ അവസരങ്ങൾ, യാത്രകളൊക്കെ നിങ്ങൾക്ക് വരാവുന്നതാണ്. ബിസിനസ് വളർച്ച ഉണ്ടാകും. പ്രമോഷൻ, പുതിയ സ്ഥാനങ്ങളൊക്കെ കിട്ടാൻ വളരെയേറെ നല്ലൊരു കാർഡാണ്. ദീർഘകാല ആസൂത്രണം, അതായത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്ലാനൊക്കെ എടുത്താൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ലതായിട്ട് ഇത് ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു ദീർഘകാലത്തേക്കുള്ള പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ജോലി ചെയ്യുന്നവർക്ക് പ്രൊജക്റ്റുകൾ, നല്ല നല്ല പ്രൊജക്റ്റുകൾ വരാം. അതേമാതിരി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഉയർന്ന വിദ്യാഭ്യാസ സാധ്യതകളുണ്ട്. അതായത് ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ് +2 കഴിഞ്ഞ് ഒക്കെ ഡിഗ്രി ചേർന്നിരിക്കുന്നവരൊക്കെ ചേരാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ നല്ല കോഴ്സുകളൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് റിലേഷൻഷിപ്പ്, ബന്ധത്തിൻ്റെ അടുത്ത ഘട്ടമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഇതിനകം ഒരു റിലേഷൻഷിപ്പിലുള്ള ആളാണെങ്കിൽ ആ ബന്ധം കൂടുതൽ ശക്തമാകാൻ പോകുന്നു എന്നതാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഒരുമിച്ചുള്ള ദീർഘകാല പ്ലാനിങ്ങുകൾ, അതായത് നിങ്ങൾ 2 പേരും പരസ്പരം പൂർണ്ണമായും വിശ്വസിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭാവിയെക്കുറിച്ച് ഒരേ ചിന്താഗതി പുലർത്തുകയും ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ 2 പേരും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫ്യൂച്ചർ നന്നായിരിക്കും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ദൂരദേശ ബന്ധങ്ങൾ, ഇപ്പോൾ ചിലവർ ഇപ്പോൾ വിദേശികളായിരിക്കാം. അപ്പോൾ ഈ കാർഡ് കടലുമായും യാത്രകളുമായും ബന്ധമുള്ളതിനാൽ തന്നെ ഇതൊരു ദൂരദേശ പ്രണയത്തെ കൂടി സൂചിപ്പിക്കുന്നതാണ്. അതായത് പങ്കാളി വിദേശത്തോ മറ്റൊരു നാട്ടിലാണെങ്കിൽ നിങ്ങളെ ഉടൻ തന്നെ ഒരുമിപ്പിക്കാനുള്ള സാധ്യത, അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ അതിനേക്കാൾ നല്ലൊരു ജോലി സാധ്യതയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പങ്കാളികളെ തിരയുന്നവർക്കായിട്ട് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ, അതായത് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു പങ്കാളിയെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ വശം നോക്കാം. ആരോഗ്യവശം നോക്കുകയാണെങ്കിൽ നല്ലൊരു കാർഡ് തന്നെയാണ് ഇത്. ആരോഗ്യവശത്തിലൂടെ നോക്കിയാൽ കൂടെ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഊർജം വീണ്ടെടുക്കുന്നതിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് ആരോഗ്യ പുരോഗതി ഉണ്ടാകും. നിങ്ങൾ എന്തെങ്കിലും അസുഖത്തിൽ നിന്നാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കടന്നു പോകുന്നവരാണെങ്കിൽ അതിൽ വേഗത്തിൽ നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കുന്നതായാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് പുതിയ വ്യായാമ മുറകൾ നല്ലതാണ്. നിങ്ങളുടെ ഫിറ്റ്നസ്സൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി പുതിയ വഴികൾ തേടാൻ പറ്റിയ സമയമായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത്. അതായത് യോഗ, ധ്യാനം, ജിമ്മ് അല്ലെങ്കിൽ എന്തെങ്കിലും കായിക വിനോദങ്ങൾ, അതായത് ഷട്ടിലോ ബാഡ്മിൻ്റൺ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ആരോഗ്യം, ഫിറ്റ്നസ് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലതാണ്.
വിദേശയാത്രകളിലെ ആരോഗ്യം. ഓക്കെ, സോ ഇത് കാർഡ് യാത്രകളുമായി ബന്ധമുള്ളതിനാൽ തന്നെ നിങ്ങൾ വിദേശത്തിലേക്കോ ദൂരസ്ഥലങ്ങളിലോ യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, വരുമ്പോൾ അതായത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഹെൽത്തൊക്കെ നോക്കാൻ ഇതിലൊരു യെസ് കാർഡ് തന്നെയാണ് കാണിക്കുന്നത്. എന്നാലും നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടത്, അതായത് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മളുടെ ആരോഗ്യത്തെ നോക്കിയാൽ എന്നിട്ട് ദൈവം നമ്മളുടെ ആരോഗ്യം കൂടെ സംരക്ഷിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് വെൽത്തിലേക്ക് വന്നാൽ, സാമ്പത്തികമായിട്ട് വന്നാൽ ഇത് 3 ഓഫ് വാൻഡ് വന്ന് വളരെ ശുഭകരമായ ഒരു കാർഡ് തന്നെയാണ്. അതായത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ കാർഡ് പറഞ്ഞ പോലെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതിനാൽ നിങ്ങൾ ഇപ്പോഴും നന്നായി ഫൈനാൻസ് ഉള്ളവർ തന്നെയാണ്. മുന്നിലോട്ടും നിങ്ങൾ അത് മെച്ചപ്പെടുത്താൻ കഴിവുള്ള കാർഡ് തന്നെയാണ് 3 ഓഫ് വാൻഡ്സ്. അതായത് നിങ്ങൾ മുൻപ് നടത്തിയിട്ടുള്ള ബിസിനസ് നിക്ഷേപങ്ങൾ, ഷെയറുകളൊക്കെ മികച്ച ലാഭം ലഭിക്കാൻ തുടങ്ങുന്ന സമയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുക, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വഴികൾ പണം സമ്പാദിക്കാൻ അവസരം ലഭിക്കുന്നതായിരിക്കും. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഈ കാർഡ് വിദേശ കാർഡിനെ കൂടെ സൂചിപ്പിക്കുന്നത് കൊണ്ട് വിദേശത്ത് നിന്നുള്ള സാമ്പത്തിക നേട്ടത്തെയും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അതായത് വിദേശ ബന്ധങ്ങളുമായി ശക്തമായ ലിങ്ക് ഉള്ളതിനാൽ വിദേശ കമ്പനികളിലെ ജോലികളുടെയോ പ്രവാസികളായ സുഹൃത്തുക്കളുടെയോ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കുടുംബാംഗങ്ങൾ വഴി എന്തെങ്കിലും അന്താരാഷ്ട്ര ബിസിനസ്സിലൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ കാർഡ്. അതായത് ലോങ് ടേമിന് നിക്ഷേപിക്കുക, അതായത് FD ഒക്കെ വച്ചാൽ ഇത് നന്നായിരിക്കും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു പുതിയ നിക്ഷേപം നടത്താനാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഗൈഡൻസ് ആയിട്ട് പറയണത് എപ്പോഴും വലുതായിട്ട് ചിന്തിക്കുക, തിങ്ക് ബിഗ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സുരക്ഷിത ഘട്ടത്തിൽ നിന്ന്, അതായത് ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും, അതിൽ നിന്നും പുറത്തു കിടക്കാൻ സമയമായി എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് ചെറിയ ലക്ഷ്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ നിങ്ങളുടെ കഴിവിനെ പൂർണ്ണമായി വിശ്വസിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക, നിങ്ങളുടെ സ്വപ്നങ്ങളെ വിപുലീകരിക്കുക എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേമാതിരി ഞാൻ പറഞ്ഞ മാതിരി ദീർഘകാല ആസൂത്രണം ചെയ്യുക, കാത്തിരിപ്പ്, ക്ഷമ കാണിക്കുക. അതായത് അതാ പറഞ്ഞപ്പോൾ ഫോറിനുള്ള ആരെങ്കിലും വരാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അവരോടൊപ്പം ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്ഷമ വളരെ വേണ്ടതാണ്. അതായത് മാറ്റങ്ങളെ സ്വീകരിക്കുക, അതായത് പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനോ, അതായത് പുതിയ ആളുകളെ പരിചയപ്പെടാനോ, പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാനോ ഒക്കെ മടിക്കരുത് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ പിന്നെ നമുക്ക് കുറച്ച് റെമഡി നോക്കാം. അതായത് ഈ കാർഡ് കൂടുതലായിട്ട് ജ്യോതിഷപരമായ കാർഡായതുകൊണ്ട് നമുക്ക് മേടരാശിയിലെ സൂര്യനെ സ്വാധീനിക്കുന്നത് കൊണ്ട് സൂര്യഭഗവാനെ ആരാധിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ദിവസവും രാവിലെ കുളിച്ചതിന് ശേഷം സൂര്യഭഗവാനെ നമസ്കരിക്കുന്നത് നല്ലതാണ്. അതേമാതിരി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കിഴക്ക് ദിശയിലേക്ക് നോക്കി സൂര്യഭഗവാനെ സമർപ്പിക്കുക, മന്ത്രം ജപിക്കുക. നിങ്ങൾക്ക് ഓം സൂര്യായ നമഃ എന്ന് ഒരു മിനിമം 108 തവണ ജപിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗായത്രി മന്ത്രവും ജപിക്കാവുന്നതാണ്. പിന്നെ ഇത് അഗ്നിയെ സൂചിപ്പിക്കുന്നതിനായിട്ട് എന്നും കാലത്ത് ദീപം തെളിയിക്കുക നല്ലതാണ്. ചുവപ്പ് നിറം ഉപയോഗിക്കുക, അതായത് നിങ്ങൾ ചുവപ്പ് വസ്ത്രങ്ങൾ, എന്തെങ്കിലും ഒരു ചെറിയ ചുവപ്പ് വർണ്ണം അടങ്ങുന്ന വസ്ത്രം ധരിക്കാൻ
ശ്രദ്ധിക്കുക. ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക. അതായത് സൂര്യനെ കാണിക്കുന്നത് കൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ആവശ്യമുള്ളവർക്ക് ഗോതമ്പ്, ശർക്കര, ചെമ്പ് പാത്രങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നതാണ്. ഓക്കെ. പിന്നെ മാനസികമായ പരിഹാരങ്ങളായിട്ടാണ് നിങ്ങൾ ഇതിൽ ഒരു വിഷൻ ബോർഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഈ കാർഡ് ഫ്യൂച്ചറിനെ കാണിക്കുന്നതിനാൽ നിങ്ങൾക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി, വിഷൻ ബോർഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ വിഷൻ ബോർഡ് ഉണ്ടാക്കുക. അതേമാതിരി യാത്രകൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് മടിച്ചു നിൽക്കരുത്. ഇപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ ബിസിനസ്, പുതിയ പ്രൊജക്റ്റുകൾ വിദേശങ്ങളിൽ കിട്ടിയാൽ നിങ്ങൾ മടിച്ചു നിൽക്കാതെ യാത്രകൾ ചെയ്ത് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറ്റി ഒരു പുതിയ ഫ്യൂച്ചറിനായിട്ട് നിങ്ങൾ യാത്രകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ മെച്ചപ്പെടുത്തുക. മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു നല്ല ഒരു യെസ് കാർഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഏതേത് കാർഡുകളാണ് അവർക്ക് വന്നതെന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് എപ്പോഴും ഞാനിടുന്ന വീഡിയോകൾ